പ്രേമ, ഈ നമ്മുടെ ഇന്ത്യയുടെ 2020 ടീമിൻ്റെ ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കുന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുന്നു. ഇന്ന് അതിനെക്കുറിച്ചുള്ള ഒരു വാർത്ത പത്രത്തിൽ വന്നിട്ടുണ്ട്. നേരത്തെ ഉയർന്നു കേട്ട പേരുകളിൽ നിന്ന് വ്യത്യസ്തമായി ചില പുതിയ പേരുകളുമൊക്കെ കേൾക്കുന്നുണ്ട്. ഞാൻ എന്തായാലും ആ പേരുകളിലേക്കൊന്നും പോകുന്നില്ല. ആ വിഷയത്തെക്കുറിച്ചൊന്ന് എന്താ അറിയാൻ കഴിയുന്നത്? ഇന്ന് BCCIയുടെ ഉന്നതാധികാര സമിതി യോഗം ചേരുന്നുണ്ട്. ഒരു പക്ഷേ ഇന്ന് ആ പ്രഖ്യാപനം ഉണ്ടാകാനാണ് സാധ്യത. ഒരു പക്ഷേ ഇത് നമ്മൾ എയർ ചെയ്യുന്ന സമയത്ത് അതിനോടൊക്കെ ഈ പ്രഖ്യാപനം വന്നിട്ടുണ്ടാകും. ഏതായാലും അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടത് നിർബന്ധമായി സംസാരിക്കേണ്ട വിഷയമായതുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നു. സഞ്ജു സാംസന്റെ പേരാണ് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വരെ ഉയർന്നു കേട്ടിരുന്നത്. അതിന് കൃത്യമായ കാരണമുണ്ട്. കാരണം ഇന്ത്യക്ക് ലോകകപ്പ് നേടിക്കൊടുത്ത ഒരു കളിക്കാരനെന്ന നിലയിൽ നോക്കൌട്ട് മത്സരങ്ങളിൽ തുടർച്ചയായ 3 അർദ്ധ സെഞ്ചുറി പ്രകടനം, ഫൈനലിലടക്കം മാൻ ഓഫ് ദ സീരീസ് പുരസ്കാരം നേടിയൊരു കളിക്കാരൻ. കൂടാതെ അദ്ദേഹം കളിക്കളത്തിൽ പുലർത്തുന്ന ഒരു മെച്യൂരിറ്റി, പണ്ട് ഒരു ചോരത്തിളപ്പ് ഒക്കെ കാണിച്ച് പെട്ടെന്ന് റണ്ണ് വാരി കൂട്ടുക, കിട്ടുന്ന പന്തിൽ അടിക്കുക, ചിലപ്പോൾ വിക്കറ്റ് വലിച്ചെറിയുക, ഇങ്ങനെയൊക്കെ ദുഷ്പേര് കേട്ടിരുന്ന സഞ്ജു ഇപ്പോൾ വലിയ രീതിയിൽ പക്വതയും പാകതയും വന്നൊരു കളിക്കാരനായിട്ട് മാറി. ഒരു ടീമിനെ ഒറ്റയ്ക്ക് ചുമലിലേറ്റി വിജയിപ്പിക്കാൻ കെൽപ്പുള്ള ഒരു കളിക്കാരനായിട്ട് മാറി. അതെ, അതുകൂടാതെ നായകനല്ലെങ്കിൽ പോലും ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന ഒരു കളിക്കാരൻ എന്ന രീതിയിൽ അദ്ദേഹം പരുവപ്പെട്ടു കഴിഞ്ഞു. അതെ, അത് മാത്രമല്ല, നായകനെ പോലും കവച്ചു വെക്കുന്ന തരത്തിൽ ചില ബോളർമാരുമായിട്ടുമൊക്കെ സംവദിക്കുന്നതും വിക്കറ്റ് നേട്ടത്തിൽ കൃത്യമായ പങ്ക് വഹിക്കുന്നതും നായകന് നിർദ്ദേശം കൊടുക്കുന്ന ഒരു സീനിയർ കളിക്കാരൻ എന്ന രീതിയിൽ പോലും സഞ്ജു നമ്മൾ കളിക്കളത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ ഒരു പക്വത വളരെ. അതെ, അപ്പോൾ ഇന്ത്യയുടെ ലോകകപ്പ് വിജയത്തിൽ നിർണായക പങ്ക് വഹിച്ച അയാൾക്ക് കിട്ടുന്ന ഒരു പ്രതിഫലം എന്ന തരത്തിൽ, ഒരു പാരിതോഷികം എന്ന തരത്തിൽ അടുത്ത ക്യാപ്റ്റൻസി അദ്ദേഹത്തിന് കിട്ടും. ഗൗതം ഗംഭീറിന് അക്കാര്യത്തിൽ പ്രത്യേക താല്പര്യമുണ്ട് എന്നാണ് ഇതുവരെ വന്ന വാർത്തകൾ. അതിന് കൃത്യമായ കാരണമുണ്ട്. നിലവിലെ ഇന്ത്യയുടെ T20 ക്യാപ്റ്റനായ സൂര്യകുമാർ യാദവ് കഴിഞ്ഞ ലോകകപ്പ് ഇന്ത്യ നേടി എന്നുള്ളത് സത്യം തന്നെയാണെങ്കിലും സൂര്യകുമാർ യാദവ് ബാറ്റർ എന്ന നിലയിൽ സമ്പൂർണ്ണ പരാജയമാണ്. അമേരിക്കയ്ക്കെതിരെ, ഒരു ദുർബല ടീമായ അമേരിക്കയ്ക്കെതിരെ ഒരു 80-ലധികം റണ്ണ് നേടിയതൊഴിച്ചാൽ ആ ടൂർണമെന്റിൽ ഏതാണ്ട് 9 ഇന്നിങ്സ് കളിച്ചിട്ട് 242 റൺസ് മാത്രമാണ് സൂര്യകുമാർ യാദവ് നേടിയത്. തീർച്ചയായിട്ടും. അപ്പൊ അദ്ദേഹത്തിന് തൊട്ട് പിന്നാലെ IPL വന്നു. IPL വേണമെങ്കിൽ ഫോം വീണ്ടെടുക്കാം. പക്ഷെ അവിടെയും അമ്പേ പരാജയം. 13 ഇന്നിങ്സിൽ നിന്ന് 270 റൺസ്. അതും അവരുടെ അവസാന മത്സരത്തിൽ നേടിയ ഒരു അർദ്ധ സെഞ്ചുറി കൂടി മാറ്റി നിർത്തി കഴിഞ്ഞാൽ വീണ്ടും പരിതാപകരമാണ് അവസ്ഥ. അപ്പൊ ഇതാണ് സൂര്യകുമാർ യാദവ്. അതിനുശേഷം ഈ പ്രാദേശിക T20 ടൂർണമെന്റ്, IPL ശേഷം ഉള്ള പ്രാദേശിക T20 ടൂർണമെന്റിലും ഒരു കളി കളിച്ച് അതിലും പരാജയപ്പെട്ടു. ഇപ്പൊ സൂര്യകുമാർ യാദവ് അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും മോശം അവസ്ഥയിൽ നിൽക്കുന്നു. കൂടാതെ അദ്ദേഹത്തിന്റെ പ്രായം 36 വയസ്സുണ്ട്. അപ്പൊ ഇനി സൂര്യകുമാർ യാദവിനെ ആശ്രയിച്ച് മുമ്പോട്ട് പോകുന്നത് അത്ര ബുദ്ധിയല്ല. കാര്യം 2028 ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലും വെച്ച് അടുത്ത T20 ലോകകപ്പ് നടക്കാൻ പോകുന്നു. അപ്പോൾ സൂര്യകുമാർ യാദവിന് ഇപ്പോഴത്തെ ഫോമും പ്രായവും വെച്ച് നോക്കുമ്പോൾ ഒരു പുതിയ ക്യാപ്റ്റനെ കൊണ്ടുവരുന്നതാണ് നല്ലത്. സങ്കടകരമാണ് ഒരു ലോകകപ്പ് നേടിക്കൊടുത്തൊരു ക്യാപ്റ്റനെ വഴിയിൽ ഉപേക്ഷിച്ചിട്ട്. മോശം പ്ലെയർ ഒന്നുമല്ല, ഫോം ഔട്ടായി പോയി എന്നുള്ളത് സത്യമാണെങ്കിലും അല്ല, ഈ ലോകകപ്പ് നേടിയ ആൾക്ക് നമ്മൾ കൊടുക്കേണ്ട ഒരു പരിഗണനയുണ്ടല്ലോ. വിടവാങ്ങൽ മത്സരം പോലുള്ളതൊക്കെ കൊടുക്കണോ? അതുപോലുമില്ല. നിർദാക്ഷിണ്യം അദ്ദേഹത്തെ പറഞ്ഞു വിടാനായിട്ടാണ് ഒരു തീരുമാനം വന്നേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്യാപ്റ്റൻ സ്വാഭാവികമായിട്ടും സഞ്ജു സാംസന്റെ പേരാണ് ഉയർന്നു കേട്ടത്. പക്ഷേ അവസാനം വന്ന ട്വിസ്റ്റുകൾ പ്രകാരം വേറെ ചില പേരുകളും കൂടി ഉയർന്നു വരുന്നുണ്ട്. അതിൽ മുഖ്യമായിട്ടുള്ളത് ശ്രേയസ് അയ്യറാണ്. കാരണം 2024 കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ IPL ജേതാവാക്കിയ കളിക്കാരനാണ് ശ്രേയസ് അയ്യർ. അന്ന് ഗൗതം ഗംഭീർ ആയിരുന്നു ആ ടീമിന്റെ മെന്റർ. അപ്പൊ ഇവർ രണ്ടുപേരും തമ്മിലൊരു ടീം വർക്ക് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ശ്രേയസ് അയ്യറുടെ ക്യാപ്റ്റൻസി വലിയ രീതിയിൽ പ്രശംസിക്കപ്പെട്ടു. പക്ഷെ തൊട്ടു പിന്നാലെ അദ്ദേഹം ടീമുമായിട്ടും ഗംഭീറുമായിട്ടും ഉടക്കി പിരിഞ്ഞു പോകുന്നതാണ് കണ്ടത്. കാരണം ഇതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ഗംഭീറിന് കിട്ടുന്നതിൽ പുള്ളി വലിയ അസ്വസ്ഥനായിരുന്നു. തൊട്ടടുത്ത വർഷം അദ്ദേഹം ടീം മാറി. ഏറ്റവും മുന്തിയ വിലയ്ക്ക് അദ്ദേഹം ലേലം ചെയ്തു പോവുകയും ചെയ്തു. അതൊക്കെ ചരിത്രം. പക്ഷെ അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസിയെ കുറിച്ച് അന്നും ഇന്നും ആർക്കും മോശമില്ല. പക്ഷെ ഇത്തവണ IPL പഞ്ചാബ് കിങ്സിന്റെ ക്യാപ്റ്റൻ എന്ന നിലയിൽ ടൂർണമെന്റ് ആദ്യ ഘട്ടത്തിൽ ആ ടീം അപരാജിതരായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ തുടർച്ചയായിട്ട് 6 മത്സരങ്ങളിൽ തോറ്റു. അതിനുശേഷം ഒരു മത്സരത്തിൽ ജയിച്ചെങ്കിലും അവർക്ക് പ്ലേ ഓഫിൽ കടക്കാനും പറ്റിയില്ല. അപ്പൊ ശ്രേയസ് അയ്യറുടെ ഫോമിനെ കുറിച്ച് നമുക്ക് ആശങ്കയില്ല. ഏതാണ്ട് 498 റൺസ് 14 ഇന്നിങ്സിൽ നിന്ന് നേടിയിട്ടുണ്ട്, ഒരു സെഞ്ചുറി അടക്കം.
പക്ഷേ ക്യാപ്റ്റൻസി എന്ന നിലയിൽ തുടർച്ചയായി 6 മത്സരങ്ങൾ പരാജയപ്പെട്ട ഒരു ടീമിന്റെ നായകന്റെ ക്യാപ്റ്റൻസിയെ കുറിച്ച് സംശയിച്ചാൽ തെറ്റു പറയാനും പറ്റില്ല. അല്ല, ഇദ്ദേഹം ഈ അന്താരാഷ്ട്ര മത്സരങ്ങൾ ക്യാപ്റ്റൻ ആയിരുന്നില്ലല്ലോ. അതെ, അല്ല, ഇന്ത്യയുടെ T20 കളിക്കാരനായിരുന്നു, നേരത്തെ ആയിരുന്നു. പക്ഷേ 2023 ശേഷം ഇതുവരെ ഇന്ത്യൻ ടീമിൽ ഇടം കിട്ടാത്തൊരു കളിക്കാരനാണ് ശ്രേയസ് അയ്യർ. നീണ്ടകാലമായി. അതിന് പല കാരണങ്ങളുണ്ട്. അദ്ദേഹം BCCIയുമായിട്ടൊരു ഉരസിപ്പിരിഞ്ഞ ഒരവസ്ഥയുണ്ടായിരുന്നു. ഇഷാൻ കിഷനും ശ്രേയസ് അയ്യറും കൂടി തെറ്റിപ്പിരി. അതിനുശേഷം അദ്ദേഹത്തെ വീണ്ടും, കാരണം ഇന്ത്യ അതിനിടയിൽ ഒരു പരീക്ഷണം നടത്തി, ശുഭ്മാൻ ഗില്ലിനെ ക്യാപ്റ്റൻസി എടുത്തുകൊണ്ട് അദ്ദേഹത്തെ പോലൊരു ടെസ്റ്റ് പ്ലെയറെ, അല്ലെങ്കിൽ IPLലൊക്കെ മികച്ച പ്രകടനം നടത്തുന്നെങ്കിലും അദ്ദേഹത്തിന് അന്താരാഷ്ട്ര T20യുടെ വേഗതയൊന്നും അദ്ദേഹത്തിന് അവകാശപ്പെടാനില്ല. സത്യം അതാണ്. ശുഭ്മാൻ ഗിൽ. അപ്പോൾ അദ്ദേഹത്തിനെ ക്യാപ്റ്റനാക്കി കൊണ്ടുവന്ന തീരുമാനം പരാജയപ്പെട്ടു. അപ്പോൾ വീണ്ടും ഒരു പരീക്ഷണം എന്ന നിലയിലാണ് സൂര്യകുമാർ യാദവിന് ക്യാപ്റ്റൻസി വെച്ച് കൊടുക്കുന്നത്. കാരണം ക്ഷമിക്കണം, ഇദ്ദേഹത്തെ 2 ഫോർമാറ്റിൽ ക്യാപ്റ്റനാക്കി T20യിലെയും ക്യാപ്റ്റനാക്കാൻ വേണ്ടിയായിരുന്നു പ്ലാൻ, ഗ്രാജുവലി ആക്കാനായിട്ട്. അപ്പോൾ അത് ഇപ്പൊ പരാജയപ്പെട്ട സ്ഥിതിക്ക് ഇനി അടുത്ത ഓപ്ഷൻ ആര്? ആ ഒരു ചോദ്യമാണ് ഇത്. ഇപ്പോൾ ഇവിടെ ഒരു പ്രശ്നം വരുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ IPL സീസണിൽ ശുഭ്മാൻ ഗില്ലിന്റെ ക്യാപ്റ്റൻസിയിൽ ഗുജറാത്ത് ഫൈനൽ കളിച്ചു. അപ്പോൾ വീണ്ടും ശുഭ്മാൻ ഗില്ലിനെ പുനഃപ്രതിഷ്ഠ നടത്തുമോ എന്നൊരു ചോദ്യവും ഉദിക്കുന്നു. സൂര്യകുമാർ യാദവ് തുടരുമോ എന്നൊരു ചോദ്യവും വരുന്നുണ്ട്. സൂര്യകുമാർ യാദവ് തുടരുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് സഞ്ജു സാംസൺ വരുമെന്നാണ് ഇപ്പോഴുള്ള സൂചനകൾ. സ്വാഭാവികമാണ്. കാരണം അക്സർ പട്ടേലായിരുന്നു പഴയ വൈസ് ക്യാപ്റ്റൻ. അക്സർ പട്ടേലിനെ എന്തിനാണ് ആ സ്ഥാനത്തിരുത്തിയെന്ന് ആർക്കും അറിയില്ല. കാര്യം T20 ലോകകപ്പിൽ പോലും അദ്ദേഹം പ്ലേയിങ് 11 എല്ലാ മത്സരങ്ങളിലും ഉണ്ടായിരുന്നു. വൈസ് ക്യാപ്റ്റനെ പുറത്തു നിർത്തുന്ന, അപ്പോൾ അക്സർ പട്ടേലിനെ പോലൊരു താരത്തെ വൈസ് ക്യാപ്റ്റനാക്കിയ തീരുമാനം പാളി. അപ്പോൾ പുതിയൊരു വൈസ് ക്യാപ്റ്റനെ വേണം. അങ്ങനെയാണെങ്കിൽ സഞ്ജുവിനെയാണ് അടുത്ത ക്യാപ്റ്റനായിട്ട് കരുതുന്നതെങ്കിൽ ഒരു ട്രാൻസിഷൻ എന്ന രീതിയിൽ വൈസ് ക്യാപ്റ്റൻ ക്യാപ്റ്റൻ ആകട്ടെ. അപ്പോൾ ആ ഒരു ട്രാൻസിഷൻ പീരീഡിൽ സഞ്ജു വൈസ് ക്യാപ്റ്റൻ ആകട്ടെ, സൂര്യകുമാർ യാദവ് തുടരട്ടെ എന്ന ഒരു തീരുമാനവും വരുന്നുണ്ട്. പിന്നെ സെലക്ഷൻ കമ്മിറ്റി ഇവിടെ ശ്രേയസ് അയ്യറുടെ പേരിനാണ് വലിയ പ്രാധാന്യം കൊടുക്കുക. അജിത് അഗാർക്കറും ടീമും ശ്രേയസ് അയ്യർ, കാര്യം അദ്ദേഹം ഒരു മിഡിൽ ഓർഡർ ബാറ്ററാണ്. അദ്ദേഹം വന്നു കഴിഞ്ഞാൽ ആ മിഡിൽ ഓർഡർ സെറ്റ് ആവും എന്ന് കണ്ടുകൊണ്ടാണ്. പക്ഷേ അങ്ങനെയുള്ള ഒരാളെ എന്തിന് ഇത്രയും കാലം ഇവർ പുറത്തിരുത്തി എന്നുള്ള ചോദ്യവും അവിടെ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തെ ടീമിലോട്ട് തിരിച്ചു കൊണ്ടുവരുന്നതിനോടൊപ്പം ക്യാപ്റ്റൻ പദവി എന്ന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് ദഹിക്കുന്ന കാര്യവുമല്ല. അപ്പൊ അവിടെയാണ് ഗംഭീറിന്റെ നിലപാട് പ്രസക്തമാവുന്നത്. ഗംഭീർ സഞ്ജു സാംസണെ പിന്തുണയ്ക്കുന്നു. പക്ഷെ സെലക്ഷൻ കമ്മിറ്റി സഞ്ജുവിന്റെ കാര്യത്തിൽ ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട്, സഞ്ജു ഇപ്പോൾ കാണിച്ച ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, അതിനെ അങ്ങ് വിശ്വസിക്കാൻ പറ്റുമോ ഇല്ലയോ? കാര്യം ഇവൻ സ്ഥിരതയുണ്ടോ ഇല്ലയോ എന്ന് ഇപ്പോഴും സഞ്ജുവിന്റെ കാര്യത്തിൽ സെലക്ഷൻ കമ്മിറ്റിക്ക് ഇപ്പോഴും ഒരു ആശങ്കയുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഈ കഴിഞ്ഞ ലോകകപ്പിലും അതിനുശേഷം നടന്ന IPLലും IPL സീസണിൽ സഞ്ജുവിന്റെ പ്രകടനം, അതെ, ചെന്നൈ സൂപ്പർ കിങ്സ് ഈ സീസണിൽ സഞ്ജുവിന്റെ പേരിൽ മാത്രമാണ് അറിയപ്പെട്ടത്. കാര്യം തുടർച്ചയായി മത്സരങ്ങളിൽ ടീമിന് ഏതാണ്ട് 5ഓളം മത്സരങ്ങൾ ജയിപ്പിച്ച സഞ്ജു തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് സഞ്ജുവിന്റെ കഴിവിലും മറ്റു കാര്യങ്ങളിലൊന്നും ഗൗതം ഗംഭീറിന് ആശങ്കയില്ല. പക്ഷെ സെലക്ഷൻ കമ്മിറ്റിക്ക് ഇപ്പോഴും അല്ല, സഞ്ജുവിനെ ധോണിയോട് താരതമ്യപ്പെടുത്തി സച്ചിൻ. ഇപ്പോ ലാസ്റ്റ് സച്ചിൻ മാത്രമല്ല, ഒരു വലിയ ലിസ്റ്റ് തന്നെ, മുൻ താരങ്ങൾ ഒരു വലിയ നിര തന്നെ. ഒരു കാലത്ത് സഞ്ജുവിനെ വിമർശിച്ച് തള്ളിയവർ തന്നെ ഇപ്പൊ സഞ്ജുവിനെ പിന്തുണച്ച് രംഗത്ത് വരുന്നുണ്ട്. രവിശാസ്ത്രി. കൂടാതെ ഇപ്പോ മറ്റൊരു താരത്തിന്റെ പേരും കൂടി ഉയർന്നു വരുന്നുണ്ട്. അത് ഇഷാൻ കിഷന്റെ പേരാണ്. തിലക് വർമ്മ, ഇഷാൻ കിഷൻ. അതില് ഈ തിലക് വർമ്മ എന്ന് പറയുന്നത് ഇതുവരെ ഏതെങ്കിലും ഒരു മെയിൻ ടൂർണമെന്റിൽ ഒരു ക്യാപ്റ്റൻ പദവി വഹിച്ചിട്ടാണ്. ഇന്ത്യ A ടീമിന്റെ ക്യാപ്റ്റൻസി കൊടുത്തിരുന്നു ഒരു പരീക്ഷണാടിസ്ഥാനം. ഇഷാൻ കിഷൻ ഈ IPL സീസണിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ തുടക്കത്തിലെ 3-4 മത്സരങ്ങൾ നയിച്ചിരുന്നു. പക്ഷെ ഇവർ രണ്ടുപേരെയും പെട്ടെന്ന് ദേശീയ ടീമിന്റെ ക്യാപ്റ്റൻസിയിലോട്ട് കൊണ്ടുവരാം. കാര്യം ഇവർ കമ്പാരിറ്റീവ്ലി ജൂനിയർ കളിക്കാരാണ്. സീനിയോറിറ്റി വെച്ച്, പരിചയ സമ്പത്ത് വെച്ചാണെങ്കിൽ നേരെ പിടിച്ച് ക്യാപ്റ്റൻ ആക്കുന്നതിൽ തെറ്റു പറയാനൊക്കില്ല. പക്ഷെ ഇവർ താരതമ്യേന ജൂനിയർ കളിക്കാരാണ്. അപ്പോൾ അതിൽ സെലക്ഷൻ കമ്മിറ്റി കണ്ടെത്തുന്ന ന്യായീകരണം ഭാവി കാലം വാർത്തെടുക്കാൻ വേണ്ടി. ഇവർ ചെറുപ്പക്കാരാണല്ലോ, അപ്പോൾ ഭാവിയിൽ മികച്ച ഒരു മുന്നേറ്റം ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഈ 35 വയസ്സിൽ നിൽക്കുമ്പോഴാണ് സൂര്യകുമാർ യാദവിനെ ക്യാപ്റ്റനാക്കി. അപ്പൊ അതിന്റെ മാനദണ്ഡം എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ചിലർ ഇപ്പോഴും ബോധപൂർവം ഒരു സഞ്ജു വിരുദ്ധ അജണ്ടയുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. സെലക്ഷൻ കമ്മിറ്റി പ്രത്യേകിച്ച് അജിത് അഗാർക്കറൊക്കെ സഞ്ജുവിനെ പുറത്തു നിർത്തിക്കൊണ്ടാണ് ജിതേഷ് ശർമ്മേനെ പോലെ മരപ്പാഴിനെയൊക്കെ പിടിച്ച് ടീമിൽ കളിപ്പിച്ചത്. ജിതേഷ് ശർമ്മയൊക്കെ ഈ RCB ഇത്തവണ കപ്പ് എടുത്തു. ജിതേഷ് ശർമ്മ അതിൽ എന്ത് വാഴക്കാണ് ചെയ്തതെന്ന് ആ ടീമിന് പോലും ഇതുവരെ അറിയത്തില്ല. അപ്പൊ അങ്ങനെയുള്ള
കളിക്കാരെയൊക്കെ സഞ്ജുവിന് വേണ്ടിയിട്ട് വലിയ രീതിയിൽ പൊക്കിക്കൊണ്ടുവന്ന ആളാണ് അജിത് അഗാർക്കർ. ആ അജിത് അഗാർക്കറൊക്കെ തന്നെയാണ് ഇപ്പോഴും വില്ലന്മാരായിട്ട് എത്ര കളിയാണ് കളിച്ചെന്നൊക്കെ അത് തള്ളിക്കളയാൻ. അജിത് അഗാർക്കർ ഇന്ത്യ കണ്ട മികച്ച ഓൾറൗണ്ടർമാരുടെ ഒരാൾ തന്നെയാണ്. പക്ഷെ ഇപ്പോൾ അദ്ദേഹം ചെയ്യുന്നത് എന്താണെന്ന് അദ്ദേഹത്തിന് തന്നെ സ്വയം ചിന്തിക്കേണ്ട. ഞാൻ സമ്മതിക്കും. കാര്യം ഇംഗ്ലണ്ട് വിദേശ മണ്ണിൽ സെഞ്ചുറി അടിച്ചൊരു കളിക്കാരനാണ്. അദ്ദേഹത്തെ അങ്ങനെ എഴുതി തള്ളാൻ നോക്കത്തില്ല. പിന്നെ പണ്ടത്തെ അതായത് കപിൽ ദേവിനോടോ മറ്റോ ഒക്കെ താരതമ്യം ചെയ്യുമ്പോൾ ഈ അജിത് അഗാർക്കറിനെ പോലെ ഇർഫാൻ പത്താനെ പോലുള്ള ആൾക്കാർക്ക് എത്ര അവസരം കൊടുത്തു എന്നുള്ളത് കൂടി ചോദ്യം. ചെറിയ ഒരു ഫോം ഔട്ട് കാണുമ്പോൾ തന്നെ അവരെയൊക്കെ വെട്ടി പുറത്താക്കുന്ന ഒരവസ്ഥ. അവരെയൊന്നും ആവശ്യത്തിന് എന്താ പറയുക, അവരുടെയൊന്നും ഉപയോഗിച്ചില്ല എന്നുള്ള വാദക്കാരനാണ് ഞാൻ. ഏതായാലും പ്രേമ നമ്മളിപ്പോ സംസാരിച്ച് വരുമ്പോഴത്തേക്ക് ഇത് അയർലൻഡിനെതിരെയുള്ള അതെ അത് പറയാൻ വിട്ടുപോയി. ഈ വരുന്ന 26, 28 തീയതികളിലാണ് അയർലൻഡിനെതിരെയാണ് ഇന്ത്യയുടെ കൊച്ചു ടീമല്ലേ. അയർലൻഡ് അത്ര കൊച്ചു ടീമൊന്നും അല്ല. ഒരു വേണമെങ്കിൽ ഒരു മത്സരത്തിലൊക്കെ ഇന്ത്യ മറിക്കാൻ കെൽപ്പുള്ള ടീമൊക്കെ തന്നെയാണ്. അപ്പൊ അയർലൻഡ് 26, 28 2 മത്സരങ്ങൾ അയർലൻഡിനെതിരെ കളിക്കുന്നുണ്ട്. അതിനുശേഷം ഇംഗ്ലണ്ടിനെതിരെയും ഇന്ത്യക്ക് പരമ്പരയുണ്ട്. അപ്പൊ ഇതിൽ ഇംഗ്ലണ്ടിൽ നടത്തുന്ന പരിപാടി. അപ്പൊ അതില് പുതിയ ക്യാപ്റ്റൻ ഉണ്ടാകും. ഇനി നേരത്തെ പറഞ്ഞ സൂര്യവംശിക്ക് സാധ്യതയുണ്ടോ ടീമില്? അതും പറയണമല്ലോ. വൈഭവ് സൂര്യവംശി ടീമിൽ ഉണ്ടാകും എന്നുള്ളത് ഏകദേശം ഉറപ്പാണ്. പക്ഷെ അദ്ദേഹത്തെ കളിപ്പിക്കുകയോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് പറയാനില്ല. കാര്യം ഇന്ത്യയുടെ കളിപ്പിക്കുന്നെങ്കിൽ ഓപ്പണറായിട്ടല്ലേ ഇറക്കാൻ പറ്റുള്ളൂ. സഞ്ജുവും അഭിഷേക് ശർമ്മയും നിലവിൽ ഓപ്പണർമാരായിട്ട് സെറ്റാണ്. അതിന് ഒന്ന് പൊളിച്ചതിന്റെ ദുരന്തം അനുഭവിച്ചതാണ് ടീം. ഇനി അത് പൊളിക്കേണ്ട ആവശ്യം തൽക്കാലം ഇല്ല. ടീമിലുണ്ടെങ്കിൽ തന്നെ കാര്യങ്ങളോട് ചോദിക്കാനുണ്ടായിരുന്നു. നമ്മൾ ഇത്രയും പറഞ്ഞതുകൊണ്ടാണ് ഈ 2020 ടീം എന്ന് പറയുന്നത്. ഇപ്പൊ കഴിഞ്ഞ IPL IPL സമയത്ത് നമ്മൾ പറയുമ്പോൾ പിന്നെ സായി സുദർശൻ ഏറ്റവും നന്നായിട്ട് ബാറ്റ് ചെയ്ത ഒരു ബാറ്റ്സ്മാനാണ്, നല്ലൊരു ബാറ്ററാണ്. അതുപോലെ നമ്മൾ നിരവധി പിന്നെ ബാറ്റർമാരെ നമ്മൾ കണ്ടു. ഇതിൽ ആർക്കെങ്കിലും ഒക്കെ ഒരു സാധ്യത ഇപ്പോഴത്തെ 2020 നിലവില് ഇപ്പൊ സായി സുദർശൻ, ശുഭ്മാൻ ഗില്ല് ഇവർ രണ്ടുപേരും നമ്മുടെ ഗുജറാത്ത് ടീമില് ഏറ്റവും കൂടുതൽ റണ്ണടിച്ച കളിക്കാരാണ്. പക്ഷേ വൈഭവ് സൂര്യവംശിയെ പോലെയുള്ള വെടിക്കെട്ട് വീരന്മാരെയാണ് ഇന്നത്തെ T20 അന്താരാഷ്ട്ര T20യിൽ ഇന്ത്യക്ക് ആവശ്യമുള്ളത്. ഈ സായി സുദർശനും ശുഭ്മാൻ ഗില്ലും ഒരു ക്ലാസ് പ്ലെയറാണ്. ഈ സ്വാഭാവികമായി പഴുക്കുന്നതും തല്ലിപ്പഴുപ്പിക്കുന്നതായിട്ടുള്ള വ്യത്യാസമുണ്ട്. മനസ്സിലായോ? അവരൊക്കെ ഒരു ടെസ്റ്റ് വളരെ ക്ലാസിക് ഷോട്ടുകൾ കളിക്കുന്ന, ഏകദിനത്തിനും ടെസ്റ്റിനും എത്തിയ ടെക്നിക്കൽ എഫിഷ്യൻസി ഉള്ള കളിക്കാരാണ്. 2020ക്ക് തട്ടുപൊളിപ്പൻ കളിക്കാരാണ് ആവശ്യം. വലിയ ടെക്നിക്കാലിറ്റി ഒന്നും വേണ്ട. നന്നായിട്ട് ബാറ്റ് ചെയ്യും. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ സായി സുദർശന്റെ ഈ T20 IPL 2026 സ്ട്രൈക്ക് റേറ്റ് 160 താഴെയാണ്. അവസാനത്തെ കളികളൊക്കെ നന്നായിട്ട് കളിച്ചു. അതായത് 160 താഴെ സ്ട്രൈക്ക് റേറ്റ് ഉള്ള ഒരാളെ തൽക്കാലം ഇന്ത്യയുടെ അന്താരാഷ്ട്ര ടീമിലോട്ട് പരിഗണിക്കാൻ നിർവാഹമില്ല. എത്ര റൺ അടിച്ച് കൂട്ടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ശുഭ്മാൻ ഗില്ലിന്റെ 168 മറ്റാണ് സ്ട്രൈക്ക് റേറ്റ്. അത്രയും ഉണ്ടെങ്കിൽ അത് മികച്ച സ്ട്രൈക്ക് റേറ്റൊക്കെ തന്നെ. പക്ഷെ എന്നിരുന്നാലും ഈ ശുഭ്മാൻ ഗില്ല് എന്ന് പറയുന്ന ആള് ആദ്യത്തെ ഒരു 20 പന്ത് പ്രധാനമാണ്. അത് ശുഭ്മാൻ ഗിൽ അത് കളിക്കുന്ന ഓപ്പണർ എന്ന രീതിയിൽ കളിക്കുന്നത് പവർ പ്ലേയിലും ആയിരിക്കും. ആ ഒരു 20 പന്ത് അതിജീവിക്കുക എന്നുള്ളത് ശുഭ്മാൻ ഗില്ലിനെ സംബന്ധിച്ച് വളരെ പ്രയാസമായ ഒന്ന് ടച്ചായി വരും. അപ്പോഴത്തേക്ക് ടീമിന്റെ റൺ റേറ്റ് വല്ലാണ്ട് താന്നു പോകാൻ സാധ്യത. ആ 20 പന്ത് ശുഭ്മാൻ ഗിൽ അതിജീവിച്ചു കഴിഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞ പോലെ 168 സ്ട്രൈക്ക് റേറ്റിൽ അതിന് മേളിലൊക്കെ അടിക്കാനായിട്ട് പറ്റിയേക്കും. പക്ഷെ അതിന് ടീം സഫർ ചെയ്യേണ്ടി വരും. അതാണ് ഇതിനോടകം തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷെ സഞ്ജുവിന്റെ കാര്യത്തിൽ അതല്ല. സഞ്ജു തുടക്കം മുതലേ ആക്രമിച്ച് കളിക്കുന്ന ഒരു കളിക്കാരനാണ്. അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്ലസും മൈനസും. ഏതായാലും നമ്മൾ വിഷയത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ഇന്ന് നമുക്ക് ഒരു ഏതാണ്ട് ഉച്ചയോട് തന്നെ ഇത് അറിയാൻ പറ്റും അല്ലേ? ഏകദേശം അങ്ങനെ തന്നെയാണ് അറിയേണ്ടത്. പക്ഷെ എന്റെ മനസ്സിൽ പറയുന്നു സഞ്ജുവിനെ തന്നെ നറുക്ക് വീഴാനാണ് സാധ്യത. കാരണം കറക്റ്റ് സമയമാണ്. അദ്ദേഹം 32 വയസ്സിലോട്ട് കിടക്കുന്നു. കറക്റ്റ് സമയമാണ്. 2 ലോകകപ്പിന് വരാനിരിക്കും. 2028, 2030 ലോകകപ്പ്. അത് ഒന്ന് ഓസ്ട്രേലിയയിൽ, അടുത്ത് നടക്കുന്ന ഇംഗ്ലണ്ടിൽ. അപ്പോൾ ഇപ്പോൾ സഞ്ജുവിനെ ക്യാപ്റ്റൻ ആക്കുകയാണെങ്കിൽ ഇംഗ്ലണ്ടിൽ നടക്കുന്ന ലോകകപ്പോടുകൂടി വേണമെങ്കിൽ സഞ്ജുവിന് ക്രിക്കറ്റിൽ നിന്ന് അന്താരാഷ്ട്ര വിരമിക്കൽ പോലും നടത്താം. അപ്പോൾ വേണമെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കാവുന്നതാണ്. ഏതായാലും ഉചിതമായ തീരുമാനം സെലക്ഷൻ കമ്മിറ്റി എടുക്കും. ഏതായാലും സഞ്ജുവിന്റെ ഒരു മികവെന്ന് പറയുന്നത് ഈ മുതിർന്ന കളിക്കാരൊക്കെ തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ധോണിയെ പോലെ ഈ ഡെഡ് ഓവറുകളൊക്കെ വളരെ തന്മയത്വത്തോടെ ബൗളേഴ്സിനെ കൊണ്ട് എറിയിക്കാനും ബാറ്റർമാരുടെ ന്യൂനതകൾ വിക്കറ്റിന് പിറകിൽ നിന്ന് പറഞ്ഞു കൊടുക്കാനും കൃത്യമായി ഗെയിം പ്ലാൻ ചെയ്യാനുള്ള ഒരു കഴിവൊക്കെ ഉണ്ടല്ലോ. അല്ല, ഏറ്റവും വലിയ പ്രധാനം ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ മുന്നിൽ നിന്ന് നയിക്കുന്നയാൾ
സമ്മർദ്ദത്തിൽ പതറാത്തയാൾ എന്നുള്ളതാണ് അടിസ്ഥാന. സഞ്ജുവിനെ സംബന്ധിച്ച് അദ്ദേഹം മുന്നിൽ നിന്ന് നയിക്കുന്നയാളാണെന്ന് ഇതിനോടകം തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. സമ്മർദ്ദങ്ങളെ അതിജീവിക്കുന്ന ആളാണെന്നുള്ള കഴിഞ്ഞ ലോകകപ്പിലെ ആ 3 നോക്കൌട്ട് മത്സരങ്ങൾ മാത്രം നോക്കിയാൽ മതി. എത്ര വലിയ സമ്മർദ്ദത്തിലാണ് അദ്ദേഹം ബാറ്റ് ചെയ്യാൻ വന്നത്. സ്വന്തം കരിയർ പോലും ചോദ്യചിഹ്നമായി നിൽക്കുന്ന സമയത്താണ് അദ്ദേഹം വന്ന് ആ 3 മാച്ച് വിന്നിംഗ് ഇന്നിംഗ്സുകൾ കളിക്കുന്നത്. അതിൽ കൂടുതൽ എന്ത് തെളിവാണ് വേണ്ടത്?